പ്രകാശമേ മിഴി തുറക്കുക വേഗം. മിശിഹായിലേറെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്ന തിരുവചന ഭാഗത്തു നിന്ന് ഒരു പ്രത്യേക ചിന്ത. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. അത് പ്രകാശിക്കുന്നെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിക്കും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. പ്രിയപ്പെട്ടവരെ, കണ്ണുകളുടെ വിശുദ്ധി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മനുഷ്യരായ നമുക്കെല്ലാവർക്കും ഇന്ന് ഏറ്റവും അധികം പാപ സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് നമ്മുടെ കണ്ണുകളിലൂടെയാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോഴും, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗങ്ങളിലും, നമ്മുടെ അനുദിന ജീവിതത്തിലെ പല കാര്യങ്ങളിലും കണ്ണ് നമുക്ക് പാപത്തിന് കാരണമായി തീരുവാൻ ഒരു സാധ്യതയുണ്ട്. ജോബിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, എൻ്റെ കണ്ണുകളുമായി ഞാൻ ഒരു ഉടമ്പടി ചെയ്തു, ഇനിമേൽ ഞാൻ കന്യകയെ നോക്കുകയില്ല എന്നുള്ളൊരു വചനമുണ്ട്. പ്രിയപ്പെട്ടവർ, നമുക്ക് പരമാവധി നമ്മുടെ കണ്ണുകളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നോമ്പ് കാലത്ത് പ്രാർത്ഥിക്കണം. ഇന്ദ്രിയ നിഗ്രഹത്തിന്റെ ഭാഗമാണ് ഈ കണ്ണുകളുടെ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. എളുപ്പമുള്ളൊരു സുഹൃതമല്ല. പക്ഷേ നമ്മുടെ ആശയടക്കങ്ങളും ഇന്ദ്രിയ നിഗ്രഹങ്ങളും വ്യക്തിപരമായ പ്രാർത്ഥനകളും വചനപാരായണങ്ങളും ഒക്കെ ലോക കാഴ്ചകളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറ്റി ദൈവികതയിലേക്ക് നമ്മളെ ആഴപ്പെടുത്തും. കർത്താവേ, ഞങ്ങളുടെ കണ്ണുകളുടെ വിശുദ്ധീകരണത്തിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഈ നോമ്പ് കാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. നിൻ വഴിയേ നടക്ക